ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് വളരെ ട്രെൻഡിങ് ആയി പൊയ്ക്കൊണ്ടിരിക്കുന്ന ടൈമാണല്ലേ. ഇൻസ്റ്റഗ്രാമിലായാലും യൂട്യൂബിലായാലും ഒക്കെ ഇൻഫ്ലുവൻസേഴ്സ് ആണ്. ഇന്നത്തെ വീഡിയോയിൽ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എങ്ങനെ കറക്റ്റായി ചെയ്യാമെന്നാണ് നോക്കുന്നത്. ഐ ആം നന്ദകിഷോർ ഫ്രം ഓൺലൈൻ അക്കാഡമി. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ആദ്യം തന്നെ നിങ്ങൾ എന്തിനാണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ചെയ്യുന്നതെന്ന് തീരുമാനിക്കുക. അത് ബ്രാൻഡ് അവയർനെസ്സിനാവാം, ലീഡ് ജനറേഷനാവാം, സെയിൽസ് കൂട്ടുന്നതിനാവാം. എന്ത് തന്നെയായാലും ആദ്യം ഒരു ഗോൾ സെറ്റ് ചെയ്യുക. രണ്ടാമതായി സെറ്റ് ചെയ്യേണ്ടത് ബഡ്ജറ്റ് ആണ്. നിങ്ങളുടെ ബിസിനസിന്റെ ഗോളിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ബഡ്ജറ്റ് സെറ്റ് ചെയ്യാം. അടുത്തായി നിങ്ങൾ നോക്കേണ്ടത് ടൈപ്പ് ഓഫ് ഇൻഫ്ലുവൻസേഴ്സിനെയാണ്. അതായത് ഒരു 10K ഫോളോവേഴ്സ് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് അണ്ടറിൽ വരുന്ന ഇൻഫ്ലുവൻസേഴ്സിനെ നമ്മൾ നാനോ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയും. ഇനി രണ്ടാമതായി വരുന്ന കാറ്റഗറി മിഡ് ലെവൽ ഇൻഫ്ലുവൻസേഴ്സ് ആണ്. 10K മുതൽ 100K വരെ വരുന്ന ഇൻഫ്ലുവൻസേഴ്സിനെ നമ്മൾ മിഡ് റേഞ്ച് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് വിളിക്കും. 100K മുകളിൽ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഫോളോവേഴ്സ് ഉള്ള ഇൻഫ്ലുവൻസേഴ്സിനെ നമ്മൾ ടോപ്പ് ടയർ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് വിളിക്കും. നാനോ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10K ഫോളോവേഴ്സ് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഇൻഫ്ലുവൻസേഴ്സ് ആണ്. ഇവരെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് വഴി നിങ്ങളുടെ മെസ്സേജ് ഡയറക്റ്റ് ആയിട്ട് ഓഡിയൻസിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഡൗൺ സൈഡ് എന്തെന്നാൽ ഇവരുടെ ഫോളോവേഴ്സിന്റെ എണ്ണം കുറവായതുകൊണ്ട് തന്നെ ഇവരുടെ പാസ്റ്റ് കൊളാബറേറ്റീവ് ഹിസ്റ്ററി ചെക്ക് ചെയ്യുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. കാരണം കുറച്ച് ബ്രാൻഡ്സ് ആയിട്ട് മാത്രമേ ഇവർ കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. 10K മുതൽ 100K വരെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഇൻഫ്ലുവൻസേഴ്സിനെ നമ്മൾ മിഡ് ലെവൽ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് വിളിക്കും. ഇവരെ ഫോക്കസ് ചെയ്യുന്നത് വഴി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ROI ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. ROI അഥവാ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. ഡൗൺ സൈഡ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പയർ ടു നാനോ ഇൻഫ്ലുവൻസേഴ്സ് ഇവരുടെ കോമ്പൻസേഷൻ കുറച്ച് ഹൈ ആയിരിക്കും. ടോപ്പ് ടയർ ഇൻഫ്ലുവൻസേഴ്സ് 100K മുതൽ 1 മില്യൺ ഫോളോവേഴ്സ് വരെ വരുന്ന ഇൻഫ്ലുവൻസേഴ്സിനെയാണ് നമ്മൾ ടോപ്പ് ടയർ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇവരെ ഫോക്കസ് ചെയ്യുന്നത് വഴി ഒരു ലാർജ് നമ്പർ ഓഫ് യൂസേഴ്സിലേക്ക് നിങ്ങളുടെ ബ്രാൻഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എത്തിക്കാനായിട്ട് സാധിക്കും. പക്ഷെ ഒരു ഡൗൺ സൈഡ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോളോവേഴ്സ് കൂടുന്തോറും മിക്ക ഇൻഫ്ലുവൻസേഴ്സിനും അവരുടെ ഓഡിയൻസ് ആയിട്ടുള്ള കണക്ഷനും ഒരു ചെറിയ ഡിക്രീസ് വരാറുണ്ട്. അതേപോലെ നമ്പേഴ്സ് വോണ്ട് ഗിവ് യു റിസൾട്ട്സ്. സപ്പോസ് നിങ്ങൾ കേരളത്തിലെ ഓഡിയൻസിനെയാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഇൻഫ്ലുവൻസേഴ്സിന് ഓഡിയൻസ് ഉള്ളത് തമിഴ്നാട്ടിലാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഗോള് കറക്റ്റ് ആയിട്ട് അക്കംപ്ലിഷ് ആവണമെന്നില്ല. അതേപോലെ ഇൻഫ്ലുവൻസർ പോസ്റ്റ് ചെയ്യുന്ന കോണ്ടന്റ് നിങ്ങളുടെ ബ്രാൻഡിന് യോജിക്കുന്നതാണോ എന്ന് കൂടി ചെക്ക് ചെയ്യുക. ഇത്രയും ചെയ്തു കഴിഞ്ഞുവെങ്കിൽ അടുത്തതായി നിങ്ങൾ ചെയ്യേണ്ടത് ഇൻഫ്ലുവൻസേഴ്സിനെ കോൺടാക്ട് ചെയ്യുക എന്നുള്ളതാണ്. കോൺടാക്ട് ചെയ്യുമ്പോൾ കൊളാബറേഷൻ വഴി എന്ത് റിസൾട്ട് ആണ് നിങ്ങൾ കിട്ടുവാനായിട്ട് ആഗ്രഹിക്കുന്നതെന്ന് കൃത്യമായി പറയുക. ഇൻഫ്ലുവൻസേഴ്സിനോടൊപ്പം കൊളാബറേറ്റീവ് കോണ്ടന്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അതേപോലെ ബ്രാൻഡ് മെൻഷൻ ചെയ്യാൻ അവരുടെ അടുത്ത് ആവശ്യപ്പെടാം. അങ്ങനെ നിങ്ങളുടെ ബിസിനസ് ഗോൾ എന്താണോ അതിനനുസരിച്ചിട്ടുള്ള കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അവരുടെ അടുത്ത് ആവശ്യപ്പെടാം. ഇനി ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. ആദ്യമായിട്ട് ചെക്ക് ചെയ്യേണ്ടത് ഇൻഫ്ലുവൻസർ പാസ്റ്റ് കൊളാബറേറ്റീവ് ഹിസ്റ്ററി. അവർ നേരത്തെ കൊളാബറേഷൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് എങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് ഒന്ന് അനലൈസ് ചെയ്യുക. രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓഡിയൻസ്. ഒരുപക്ഷെ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടെങ്കിലും അവർക്ക് കിട്ടുന്ന റീച്ച് കുറവാനുള്ള ചാൻസ് ഉണ്ട്. സോ അവർക്ക് കിട്ടുന്ന എൻഗേജ്മെന്റ് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗിനെ കുറിച്ച് പറഞ്ഞ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഫോർ മോർ റിലേറ്റഡ് കോണ്ടന്റ് പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.